രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കുംഭമേളയിൽ പങ്കെടുക്കും. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ രാഷ്ട്രപതി സ്നാനം നടത്തും. അഗശ്യവത്തിലും പ്രാചീൻ ഹനുമാൻ ക്ഷേത്രത്തിലും ദ്രൗപദി മുർമു ദർശനം നടത്തുമെന്നും രാഷ്ട്രപതി ഭവൻ അറിയിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, രാഷ്ട്രപതി തന്നെ അവിടെ കുംഭമേളയിൽ എത്തുകയാണ്. എങ്ങനെയാണ് അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ, മറ്റു വിവരങ്ങൾ? നിലിമ, പ്രധാനമന്ത്രിക്ക് ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കുംഭമേളയിലേക്ക് എത്തുകയാണ്. പ്രയാഗ്രാജിൽ 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയുടെ ഭാഗമാകാനാണ് പ്രമുഖർ ഓരോ ദിവസവും പ്രയാഗ്രാജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട സ്നാനങ്ങളിൽ ഈ രാഷ്ട്രപതി ഭാഗമാകുന്നുണ്ട്. ത്രിവേണി സംഗമത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നിപ്പോൾ സ്നാനം നടത്തുക. അതിനുശേഷം പ്രാചീൻ ഹനുമാൻ ക്ഷേത്രം ഉൾപ്പെടെ പ്രയാഗ്രാജിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ രാഷ്ട്രപതി ദർശനം നടത്തും എന്നാണ് രാഷ്ട്രപതി ഭവൻ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 8 മണിക്കൂർ സമയം ഇന്ന് കുംഭമേള നഗരിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചെലവഴിക്കും. സ്നാനം, അതോടൊപ്പം തന്നെ പിന്നീട് വിവിധ അഖാഡകളുടെ സെന്ററുകൾ, ഒപ്പം അവിടെ നടക്കുന്ന മറ്റു മതസമ്മേളനങ്ങൾ, ഇതോടൊപ്പമാണ് ഈ പ്രയാഗ്രാജിലെ പ്രാചീനമായ ക്ഷേത്രങ്ങൾ, ഇവിടെയെല്ലാം സന്ദർശനം നടത്തിയതിനു ശേഷമാകും രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുക. പ്രമുഖ വ്യക്തികൾ ഇതിനകം തന്നെ സ്നാനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്നാനത്തിനായി കുംഭമേളയിൽ എത്തിയത്. ഭൂട്ടാൻ രാജാവും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ മുൻ ആഴ്ചകളിൽ ഈ പ്രയാഗ്രാജിൽ എത്തുകയും സ്നാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കുംഭമേളയിലേക്ക് എത്തുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഇന്ന് മഹാകുംഭമേളയിലേക്ക് എത്തുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്.